അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് അബൌട്ട് വാട്ട് ഈസ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ടേമിനെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫോറിൻ ട്രേഡിനെ കുറിച്ചാണ്. എങ്ങനെയാണ് പല രാജ്യങ്ങളുമായിട്ട് ഇന്റർലിങ്ക് ചെയ്യുന്നത്, രാജ്യങ്ങൾ തമ്മിൽ, അത് മെയിൻലി എന്താണ് ഫോറിൻ ട്രേഡിലൂടെയാണ്. അപ്പോൾ എന്താണ് ഗ്ലോബലൈസേഷൻ എന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, നോക്കിക്കേ. In the past 2 to 3 decades, എത്രയോ നൂറ്റാണ്ടുകളായിട്ട് more and more MNCs have been looking for location around the world which would be cheap for their production. പല വർഷങ്ങളായിട്ട് ആളുകൾ മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ അവരുടെ പ്രൊഡക്ഷന് എല്ലാ രാജ്യങ്ങളിലും എന്താണ് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ഫാക്ടറീസിനുള്ള സ്ഥലം തപ്പിപ്പിടിക്കുകയാണ് കേട്ടോ ഇവര്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ. And foreign investment by MNCs in this countries has been rising. എന്ന് വെച്ചാൽ അവർ വലിയ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. ലാൻഡ് ആയിക്കോട്ടെ, മെഷീനറീസ് ആയിക്കോട്ടെ, അതർ എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ. At the same time, foreign trade between countries has been rising rapidly. Foreign trade between various countries across the world is spreading. Okay, nowadays. അതാണ് പറയുന്നത് what is globalization എന്ന് പറയുമ്പോൾ in the past 2 or 3 decades അല്ലേ. എന്ന് വെച്ചാൽ 2-3 വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറെ നൂറ്റാണ്ടുകളായിട്ട് അല്ലെ, ഒരു നൂറ്റാണ്ട് പല നൂറ്റാണ്ടുകളായിട്ട് അല്ലെ, നമ്മുടെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് പല രാജ്യങ്ങളും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഓരോ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫോറിൻ ട്രേഡ് പലതരത്തിലുള്ള രാജ്യങ്ങളിലേക്ക് അവർ സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് വൺ അല്ലേ. ഈ ഒരു ഏർത്തിന്റെ പല രാജ്യങ്ങളിലേക്ക് എന്താണ് ട്രേഡ് സ്പ്രെഡ് ചെയ്ത് കണക്ട് ചെയ്ത് ഫോറിൻ ട്രേഡ് എല്ലാ രാജ്യത്തേക്കും വ്യാപിക്കുകയാണ് അല്ലെ. ഓക്കെ, ആൻഡ് എ ലാർജ് പാർട്ട് ഓഫ് ഫോറിൻ ട്രേഡ് is also controlled by MNCs. അത്രയും വലിയ തരത്തിലുള്ള ട്രേഡ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ് മക്കളെ? ഇത്തരം മൾട്ടിനാഷണൽ കമ്പനീസ് ആണെന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദ കാർ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഓഫ് ഫോർഡ് മോട്ടോഴ്സ് ഇൻ ഇന്ത്യ നോട്ട് ഓൺലി പ്രൊഡ്യൂസേഴ്സ് കാർസ് ഫോർ ഇന്ത്യൻ മാർക്കറ്റ്. ഇപ്പൊ ഫോർഡ് എന്ന് പറയുന്ന കാർ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ടല്ലോ, ഇന്ത്യയിലേക്കുള്ള മാത്രം, ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമാണോ അതിന്റെ പ്രൊഡക്ഷൻ ഉള്ളത്? അല്ലല്ലേ. ഇറ്റ് ഓൾസോ എക്സ്പോർട്ട് കാർസ് ടു അതർ ഡെവലപ്പിംഗ് countries and exports car components for its many factories around the world. ആ കാറിന്റെ മാനുഫാക്ചറിന് ആവശ്യമായിട്ടുള്ള കോമ്പണൻസ് ഒക്കെ വേറെ രാജ്യത്തേക്ക് അക്രോസ് ദി ഗ്ലോബ് അല്ലെ അവർ അയക്കുന്നു. ഇത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല ഫോർഡ് മോട്ടോഴ്സ് ഉള്ളത്, അത് വേറെ മാർക്കറ്റിലേക്കും വേറെ രാജ്യത്തുള്ള അവരുടെ മാർക്കറ്റിലേക്കും എക്സ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, a large part, അപ്പൊ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? a large part of foreign trade is also controlled by MNCs. പിന്നെയോ, for instance, car manufacturing plant of Ford Motors in India not only produce cars for Indian market, it also exports cars to other developing countries and exports car components for its many factories around the world അല്ലേ. ഇതാണ് ഫോർഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റ്. ഓക്കെ, ഫോർഡ് കമ്പനീന്റെ ഒരു പിക്ചറൈസേഷൻ. ഓക്കെ, ഫോർഡ്. ഓക്കെ, and the result of greater foreign investment and greater foreign trade has been greater integration of the production and markets across countries. ഇത്ര മൾട്ടിനാഷണൽ കമ്പനീസ് കുറെ ഇൻവെസ്റ്റ്മെന്റ് ഇറക്കും, അപ്പൊ അവർക്ക് പല രാജ്യങ്ങളിലായിട്ട് ഫോറിൻ ട്രേഡ് കണക്ഷൻസ് ഉണ്ടാവും അല്ലെ, മാർക്കറ്റിലൊക്കെ അവരുടെ പ്രൊഡക്ട്സ് വ്യാപിച്ചു കിടക്കും അല്ലെ. ഓക്കെ, നോക്കിക്കേ. ഗ്ലോബലൈസേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് റാപ്പിഡ് ഇന്റഗ്രേഷൻ ഓർ ഇന്റർ കണക്ഷൻ ബിറ്റ്വീൻ കൺട്രീസ് ആണ്. ട്രേഡിലൂടെ പല രാജ്യങ്ങളുമായിട്ട് ഒരു കണക്ഷൻ അല്ലെ, അതാണ് എന്ത് ഗ്ലോബലൈസേഷൻ. MNCs are playing a major role in the globalization process. For example, റിലയൻസിന്റെ തന്നെ നോക്കുമ്പോൾ അവരുടെ ജിയോ പോലുള്ള ഗ്ലോബിൽ അല്ലെ, across the globe it is spreading. Okay, it is an example. Okay, അതാണ് പറഞ്ഞത് the result of greater foreign investment and greater foreign trade has been greater integration of production പിന്നെയോ മക്കളെ and market across the countries. പിന്നെയോ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെയാണ് ഡെഫിനിഷൻ ഓഫ് ഗ്ലോബലൈസേഷൻ. ഓക്കെ, എന്താണ് ഗ്ലോബലൈസേഷൻ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും മക്കള്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ്
rapid integration or interconnection between the countries. Okay, MNCs, multinational companies are playing a major role in the globalization process. Okay, besides the movement of goods കൂടാതെ services കൂടാതെ investments and technology, there is one more way in which the countries can be connected. ഇത്തരം ഫാക്ടേഴ്സ് അല്ലാതെ, മെയിൻലി ഗുഡ്സ്, സർവീസ്, ഇൻവെസ്റ്റ്മെന്റ്, ടെക്നോളജി അല്ലാതെ വേറൊരു കാര്യം കൂടെ ഇത്തരം MNCs മറ്റുള്ള കൺട്രീസുമായി കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ദിസ് ഈസ് ത്രൂ ദ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ബിറ്റ്വീൻ കൺട്രീസ്. ആളുകളുടെ, അവിടെയുള്ള കൺട്രീസിലെ ആളുകളുടെ നേതൃത്വത്തിലും അല്ലെ ഇത്തരം ട്രേഡ് നടക്കാറുണ്ട്. People usually move from one country to another in search of better income. ഇപ്പൊ ആളുകള് എന്താണ്, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികള് ഡിഗ്രി കഴിഞ്ഞാല് അല്ലെങ്കിൽ PG കഴിഞ്ഞാല് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വേറെ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അതും ഇവരെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ബെറ്റർ ജോബ്സിനായിട്ട്, ബെറ്റർ എഡ്യൂക്കേഷനായിട്ട് അവർ പോകുന്നു. അതും ഈ MNCസിനെ വലിയ തരത്തിലുള്ള പ്രോഫിറ്റബിൾ ആക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലെ, ഇത്തരം പ്രൈവറ്റ് ഫേമല്ല അവിടെ പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ചെയ്യുന്നത്. അല്ലെ, അതാണ് പറഞ്ഞത്. ബിസൈഡ്സ് ദ മൂവ്മെന്റ്സ് ഓഫ് ഗുഡ്സ്, services, investments and technology, there is one more way in which the countries can be connected. This is through the movement of people between countries. Okay, this is through the movement of people. ആളുകള് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ജോബ്സ് തേടിയിട്ട്, എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അവർ പോകുന്നു. ഷിഫ്റ്റ് ഫ്രം their country to another country. People usually move from one country to another in search of better income, better jobs and better education. Okay, ഈ ആഗോളവൽക്കരണം ഗ്ലോബലൈസേഷൻ വരാൻ കാരണമായിട്ടുള്ള ഘടകങ്ങള്, ഫാക്ടേഴ്സ് എന്തൊക്കെയാ നമുക്ക് ഡിസ്കസ് ചെയ്താലോ? ഫസ്റ്റ് വൺ, ടെക്നോളജി. ടെക്നോളജിയിൽ പലതരത്തിലുള്ള അഡ്വാൻസ്മെന്റ്സ് ഉണ്ടാവുമ്പോൾ ഗ്ലോബലൈസേഷൻ നല്ല തരത്തിൽ ഉയരും അല്ലെ. ഓക്കെ, ഇപ്പോ ഇത്തരം മൾട്ടിനാഷണൽ കമ്പനീസ് റാപ്പിഡ് ഇംപ്രൂവ്മെന്റ് ഇൻ ടെക്നോളജി, പല എഡിഷൻസ് വരുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ ഈ ഗ്ലോബലൈസേഷൻ മാറ്റുകൂട്ടുന്നു അല്ലെ. The rapid improvement in technology has been one major factor that has stimulated the globalization process. പിന്നെയോ, for instance, the past 50 years have seen several improvements in transportation technology. ഇപ്പൊ 50 വർഷങ്ങൾ കടന്നപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ്സ് ആണ് ട്രാൻസ്പോർട്ടേഷനിൽ കണ്ടത്? പണ്ട് അംബാസിഡർ കാറാണ്, ഇപ്പൊ ഫോർഡ് കാർസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഹാസ് മെയ്ഡ് മച്ച് ഫാസ്റ്റ് ഡെലിവറി ഓഫ് ഗുഡ്സ്. ഇപ്പൊ നമ്മൾ ആമസോൺ ത്രൂ ആണെങ്കിൽ, ത്രൂ ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ പ്രൊഡക്ട്സ് ഒരു ഡെഫിനറ്റ് ഡേറ്റില് നമ്മുടെ കൈമേൽ എത്തിപ്പെടുന്നു അല്ലെ. ഇറ്റ് ഈസ് ത്രൂ the faster delivery of goods that is across the long distance possible at lower cost. ചെറിയ വിലയ്ക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തിപ്പെടുന്നു അല്ലെ, ത്രൂ ഡെലിവറി പ്രോസസിങ്. ഓക്കെ, അതാണ് പറഞ്ഞത്. ഫസ്റ്റ് factor that is enabled the globalization is technology. The rapid improvement in technology has been one major factor that has stimulated the globalization process. And then, for instance, the past 50 years have seen several improvements in transportation technology. And third point, this has made much faster delivery of goods across long distance possible at lower cost. Okay, ഡിജിറ്റൽ ഇന്ത്യ അല്ലെ. പണ്ടുള്ള കാലഘട്ടം എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾ ബുക്സ് ഒക്കെ വായിക്കുന്നതാണ്. ഇപ്പം ബുക്സും അതും എല്ലാ തരത്തിലുള്ള ഇതും എവിടെയുണ്ട്? നമ്മുടെ ഫോണിലുണ്ട്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഒക്കെ അല്ലേ യൂസ് ചെയ്യുന്നത് അല്ലെ. ഡിജിറ്റലൈസ് ആയി മാറി നമ്മുടെ ഇന്ത്യ. ഓക്കെ, ഇൻ റീസെന്റ് ടൈംസ് ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യന്റെ ചേഞ്ചസ് എന്താണ്? ടെക്നോളജിക്കലി ഇൻ ദ ഏരിയാസ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടേഴ്സ്, ഇന്റർനെറ്റ് ഒക്കെ ഡെവലപ്പ് ആയി അല്ലേ. ദാറ്റ് ഹാസ് ബീൻ ചേഞ്ചിങ് റാപ്പിഡ്ലി. അതിന്റെ ഓരോ എഡിഷൻസ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മൾ യൂസ് ചെയ്ത ടെലികമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ടെലിഗ്രാഫ് ആയിരുന്നു, പിന്നെ ടെലിഫോൺ വന്നു, പിന്നെ മൊബൈൽ ഫോൺസ് വന്നു അല്ലേ. that is used to contact one another around the world. ഇപ്പോ ടച്ച് ഫോൺസും വന്നു. To access information instantly, എവിടെയുള്ള ഇൻഫോർമേഷൻ നമുക്ക് ഒറ്റയടിക്ക് കിട്ടും അല്ലെ. And to communicate from remote areas, എത്ര ദൂരെയുള്ള ആളുകളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു അല്ലെ. അതൊക്കെ ടെക്നോളജിയുടെ വലിയൊരു കഴിവല്ലേ അല്ലെ.
മെയിൻലി ഇലക്ട്രിസിറ്റി ഒക്കെ നോക്കി നോക്കൂ. പണ്ട് കാലഘട്ടത്തെ ആളുകളെ ഒരു ഇതും ഇല്ലാതെ കറണ്ടൊന്നും ഇല്ലാതെ നിൽക്കുന്നു. ഇപ്പൊ പലതരത്തിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സിൽ ഇലക്ട്രിസിറ്റി മെയിൻലി വൺ ഓഫ് ദി റീസൺ. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? റീസെന്റ് ടൈംസ് ടെക്നോളജി ഇൻ ദ ഏരിയാസ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻസ്, മെയിൻലി എന്താണ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടേഴ്സ്, ഇന്റർനെറ്റ് ഹാസ് ബീൻ ചേഞ്ചിങ് റാപ്പിഡ്ലി അല്ലേ. And telecommunication facilities, mainly telegraph is there, telephone including mobile phone, fax are used to contact one another around the world. Okay, ഇത്തരം കാര്യങ്ങളെ പറയുന്നുള്ളൂ. പിന്നെ ഇത്തരം ടെക്നോളജി വേറൊരു ചേഞ്ചസ് എന്ന് പറയുന്നത് ഹാസ് ബിൻ ഫെസിലിറ്റേറ്റഡ് ബൈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിന്റെ സഹായത്തോടെയാണ് നമുക്ക് മറ്റുള്ളവരുമായിട്ട് ത്രൂ ഡയറക്ട്ലി നമുക്ക് അല്ലെങ്കിൽ ഫാസ്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. അപ്പോൾ as you would be aware that computers have now entered almost every field of activity. ഇപ്പൊ നമ്മൾ ജോബ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, എന്റർടൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് റിലേറ്റഡ് ആയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ കമ്പ്യൂട്ടറിൽ ചെയ്യാം അല്ലെ. ആൻഡ് you might have also ventured into the emerging world of internet. ഇപ്പൊ എല്ലാരും ഇന്റർനെറ്റ് ഫോണിൽ തന്നെയാണ് അല്ലെ. ഇപ്പൊ where you can obtain and share information on almost anything you want to know. എന്ത് കാര്യങ്ങളും നമ്മൾ പോസ്റ്റ് ചെയ്യാനും അല്ലെ. ഇപ്പൊ മെയിൻലി നമുക്ക് സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാനും ഇന്റർനെറ്റിലൂടെ പറ്റും. ആൻഡ് നെക്സ്റ്റ് വൺ, ഇന്റർനെറ്റ് ഓൾസോ അലൗസ് us to send instant electronic mails, ഇമെയിൽ അല്ലെ, ആൻഡ് ടോക്ക് വോയിസ് മെയിൽ അക്രോസ് ദ വേൾഡ് അറ്റ് നെഗ്ലിഗബിൾ കോസ്റ്റ്. ചെറിയൊരു കോസ്റ്റിൽ നമുക്ക് മറ്റുള്ളവരുമായിട്ട്, മറ്റുള്ള കൺട്രീസിലുള്ള ഫ്രണ്ട്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നു അല്ലെ. സച്ച് an amazing വേൾഡ് അല്ലെ. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇറ്റ് ഈസ് ദ ലിബറലൈസേഷൻ ഓഫ് ഫോറിൻ ട്രേഡ് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പോളിസീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ, ടാക്സ് ഓൺ ഇമ്പോർട്ട്സ്. എന്ന് വെച്ചാൽ എക്സ്പോർട്ട് ചെയ്യുന്നതിനും ടാക്സ് ഉണ്ട്, ഇമ്പോർട്ട് ചെയ്യുന്നതിനും ടാക്സ് ഉണ്ടാവും. അപ്പോൾ ടാക്സ് ഓൺ ഇമ്പോർട്ട് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ട്രേഡ് ബാരിയർ. ഇത്തരം ടാക്സ് എന്ന് പറയുന്നത് വ്യവസായിക ഈ ഒരു ട്രേഡ് എക്സ്ചേഞ്ചിന് തന്നെ വലിയ തരത്തിലുള്ള ഒരു ബാരിയറാണ്, തടസ്സമാണ് അല്ലെ. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് എ ബാരിയർ because some restriction has been set up. ഇപ്പൊ വേറെ രാജ്യങ്ങളിൽ നിന്ന് ലക്ഷറിയസ് ആയിട്ട് ഗോൾഡ്, ഡയമണ്ട് ഒക്കെ കൊണ്ടുവരുന്നതിന് പല നികുതി ഏർപ്പെടുത്തും. അത് വലിയ തരത്തിൽ ഈ ട്രേഡിനൊക്കെ വലിയ തരത്തിൽ ബാധിക്കുമെന്നാണ് പറയുന്നത് അല്ലെ. പിന്നെയോ, and governments can use trade barriers. ഗവൺമെന്റ് ആണ് മെയിൻലി ട്രേഡ് ബാരിയർ സെറ്റപ്പ് ചെയ്യുക to increase or decrease the foreign trade and to decide what kind of goods and how much of each should come into the country. അതാണ് നമ്മൾ ഫോറിനിലുള്ള ദുബായിലുള്ള ആളുകൾ മെയിൻലി ഓവർ ആയിട്ടുള്ള വെയിറ്റ് അവർക്ക് കൊണ്ടുവരാൻ പറ്റില്ല, ഓവർ വെയിറ്റ് ഉള്ള ഗുഡ്സ് കൊണ്ടുവരാൻ പറ്റില്ല. അത് മെയിൻലി ടാക്സ് ഇതാക്കും എന്നൊക്കെ പറയുന്നതുകൊണ്ട് അത്തരം പ്രൊഡക്ട്സ് കൊണ്ടുവരാത്തത് അല്ലെ. അതാണ് ടാക്സ് ഓൺ ഇമ്പോർട്ട്സ് ഇസ് an example of trade barrier. It is called a barrier, ഒരു തടസ്സമാണ്, because some restriction has been set up. ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. ഗവൺമെന്റ് can use trade barriers to increase or decrease the foreign trade and to decide what kind of goods and how much of each should come into the country. Okay, ഇതാണ് ട്രേഡ് പോളിസി എന്ന് പറയുന്നത്. അതാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ഗവൺമെന്റ്, ഇന്ത്യൻ ഗവൺമെന്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഹാഡ് പുട്ട് ബാരിയേഴ്സ് ടു ഫോറിൻ ട്രേഡ് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന് ഒരു തടസ്സം, ഒരു ബ്ലോക്ക് സൃഷ്ടിച്ചിരുന്നു നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ്. ഓക്കെ, ആൻഡ് ദിസ് വാസ് കൺസിഡേർഡ് നെസസറി ടു പ്രൊട്ടക്ട് ദ പ്രൊഡ്യൂസേഴ്സ് വിത്തിൻ ദ കൺട്രി ഫ്രം ഫോറിൻ കോമ്പറ്റീഷൻ. നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളെ ഇത്തരം ഫോറിൻ കോമ്പറ്റീഷനിൽ നിന്ന് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാമെന്നാണ് ഇന്ത്യൻ ഗവൺമെന്റ് ചർച്ച ചെയ്തത്. ആൻഡ് ഇൻഡസ്ട്രീസ് were just coming up in 1950s and 1960s and competition from imports at the stage would not have allowed these industries to come up. എന്ന് വെച്ചാൽ 1950, 60 ആ ടൈമിൽ തന്നെ ഇൻഡസ്ട്രീസ് വന്നിരുന്നു. വ്യവസായങ്ങൾ പല സ്ഥലത്തായിട്ട് ഇന്ത്യയിൽ വന്നപ്പോൾ അത്തരം വ്യവസായങ്ങളെ നമ്മളെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കോമ്പറ്റീഷൻ ചെയ്യുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെയോ, and starting around 1991
some far-reaching changes in the policy were made in India. പിന്നെ ഇത്തരം പോളിസിയിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ 1991 വന്നു എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. എന്താണ് ചേഞ്ച്? The government decided that the time had come for Indian producers to compete with producers around the globe. അപ്പൊ ഗവൺമെന്റ് വലിയ തരത്തിലുള്ള ചേഞ്ചസ് ആണ് വരുത്തിയത്. ഇപ്പൊ നമുക്ക് ഒരു സമയം വന്നിരിക്കുന്നു മറ്റുള്ള ഇന്ന് ലോകത്ത് ഒട്ടാകെയുള്ള ആളുകളുമായിട്ട് പ്രൊഡ്യൂസേഴ്സുമായിട്ട് നമുക്ക് കോമ്പറ്റീഷൻ ചെയ്യാനുള്ള അവസരം വന്നിരിക്കുന്നു. ഇറ്റ് ഫെൽറ്റ് ദാറ്റ് കോമ്പറ്റീഷൻ വുഡ് ഇംപ്രൂവ്. എന്താണ് മക്കളെ പറയുന്നത്? കോമ്പറ്റീഷൻ ഇംപ്രൂവ് ചെയ്യും ദ പെർഫോമൻസ് ഓഫ് പ്രൊഡ്യൂസേഴ്സ് വിത്തിൻ ദ കൺട്രി. മറ്റുള്ളവരുമായിട്ട് നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്യുമ്പോൾ നമ്മുടേതും ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സും അവരുടെ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സും കൂടെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും അല്ലേ? സിൻസ് ദേ വുഡ് ഹാവ് ടു ഇംപ്രൂവ് ദിയർ quality. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? Starting around 1991, some far-reaching changes in the policies were made in India. Next point, the government decided that time had come for Indian producers to compete with the producers around the globe. It felt that competition would improve the performance of producers within the country. Since then, they would have to improve their quality. അല്ലേ? Okay. And this decision was supported by powerful international organization. ഇത്തരം decision എന്ത് ചെയ്തു? Encourage ചെയ്തു അല്ലേ? And these barriers on foreign trade, foreign investment were removed to a large extent. നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഇത്തരം പോളിസി ഒക്കെ ഇല്ലാതാക്കി അല്ലെ? ബാരിയേഴ്സ് ഇല്ലാതാക്കി. This meant that goods could be imported and exported easily. നമ്മുടെ ഇന്ത്യയിലുള്ള പ്രൊഡക്ട്സ് മറ്റൊരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യാം, നമുക്ക് അവിടെ നിന്ന് വേറെ രാജ്യത്ത് നിന്ന് ചില ഗുഡ്സ് വാങ്ങുകയും ചെയ്യാം. And also foreign companies could set up factories and offices here. അതുകൊണ്ട് തന്നെ മറ്റുള്ള രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് മൾട്ടിനാഷണൽ കമ്പനീസിന് നമ്മുടെ രാജ്യത്ത് വന്ന് ഫാക്ടറീസും ഓഫീസും ഒക്കെ സെറ്റപ്പ് ചെയ്യാമെന്നുള്ളതായിട്ടോ. അതാണ് പറഞ്ഞത് this decision, this government's decision was supported by powerful international organizations. സപ്പോർട്ട് ചെയ്തു. Okay, MNCs സപ്പോർട്ട് ചെയ്തു. Thus barriers on foreign trade and foreign investment were removed to large extent. This meant that goods could be imported and exported easily. And also ഇത്തരം പോളിസി ഗവൺമെന്റ് പോളിസി ഇല്ലാതാക്കിയപ്പോ എന്തായി? ഗുഡ്സ് കുഡ് ബി ഇമ്പോർട്ടഡ് ആൻഡ് എക്സ്പോർട്ടഡ് ഈസിലി. പിന്നെയോ മക്കളെ, ആൻഡ് ഓൾസോ ഫോറിൻ കമ്പനീസ് കുഡ് സെറ്റ് അപ്പ് ഫാക്ടറീസ് ആൻഡ് ഓഫീസസ് ഹിയർ അല്ലെ? ഓക്കെ. റിമൂവിംഗ് ബാരിയേഴ്സ് ഓർ റെസ്ട്രിക്ഷൻസ് സെറ്റ് അപ്പ് ബൈ ദി ഗവൺമെന്റ്, ഇറ്റ് ഈസ് നോൺ ആസ് ലിബറലൈസേഷൻ അല്ലെ? ഇത്തരം ബാരിയേഴ്സ് തടസ്സങ്ങളൊക്കെ എന്ത് ചെയ്തു? ഗവൺമെന്റ് ഇല്ലാതാക്കി. എന്നിട്ട് ഗവൺമെന്റ് എന്ന് പറഞ്ഞു മറ്റുള്ള കൺട്രീസുമായി നിങ്ങൾ കോമ്പീറ്റ് ചെയ്യണം. മൾട്ടിനാഷണൽ കമ്പനീസ് ഇതിനെ സപ്പോർട്ട് ചെയ്തു വന്നു. അവരിവിടെ വന്നിട്ട് അവരുടേതായിട്ടുള്ള ഫാക്ടറീസും ഓഫീസും ഒക്കെ സെറ്റപ്പ് ചെയ്തു. ഓക്കെ, അതിന് പറയുന്ന പേരാണ് എന്ത് മക്കളെ? ലിബറലൈസേഷൻ. റിമൂവിങ് ദ ബാരിയേഴ്സ്. ഇത്തരം ബാരിയേഴ്സ് ഗവൺമെന്റ് റിമൂവ് ചെയ്തതിന് പറയുന്ന പേരാണ് ലിബറലൈസേഷൻ. അവർ ഓരോരുത്തർക്കും അവരുടെ സ്വന്തമായിട്ടുള്ള രീതിയിൽ ബിസിനസ് ചെയ്യാം, മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് അവരുടെ പ്രൊഡക്ട്സ് കോമ്പീറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആളുകൾക്ക് സ്വന്തമായിട്ട് ഫ്രീലി ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു ഇത് വന്നപ്പോ അതിന് പറയുന്ന കോൺസെപ്റ്റിന്റെ പേരാണ് ലിബറലൈസേഷൻ. ഓക്കെ. And with liberalization of trade, businesses are allowed to make decisions freely about what they wish to import or export. അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാം, അവരുടെ കയ്യിലായി. ഓരോ പ്രൈവറ്റ് ഫേമിന് അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാം എന്നുള്ളതായി അല്ലെ? അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? റിമൂവിംഗ് ബാരിയേഴ്സ് ഓർ restrictions that is set by the government is what is known as liberalization. Okay, പിന്നെന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? With liberalization of trade, businesses are allowed to make decisions freely about what they wish to import or export. അല്ലേ? ഓക്കെ, പിന്നെന്താ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് it is about വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഷോർട്ട് ഫോം WTO. മക്കൾ കേട്ടിട്ടില്ലേ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ കുറിച്ച്? ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ? ഓക്കെ, the World Trade Organization, WTO, is one such organization
whose aim is to liberalize the international trade. എന്ന് വെച്ചാൽ ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ എയിം, ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ട്രേഡിനെയും നമ്മൾ ഒരു ബാരിയേഴ്സും വെക്കാതെ അവരെയും ഫ്രീ ആയിട്ട് വിടണം എന്നാണ് അവരുടെ എയിം എന്ന് വരുന്നത്. ഓക്കെ, ആൻഡ് സ്റ്റാർട്ടഡ് അറ്റ് ദ ഇനീഷ്യേറ്റീവ് ഓഫ് ഡെവലപ്ഡ് കൺട്രീസ് ആണ് ആദ്യം അവർ തുടങ്ങിയത്. ഇത്തരം ഇന്റർനാഷണൽ ട്രേഡ് ചെയ്യാൻ ഒരു തരത്തിലുള്ള ബാരിയേഴ്സും ഉണ്ടാവരുതെന്ന് അവർ പറഞ്ഞു. WTO, World Trade Organization, establishes rules regarding international trade and sees that these rules are obeyed. അപ്പൊ അവര് ഇന്റർനാഷണൽ ട്രേഡിന് ആസ്പദമായി ഇത്തരം കൺട്രീസ്, ഫസ്റ്റ് തുടങ്ങിയ ഡെവലപ്ഡ് കൺട്രീസിനെ അവർ ഫോക്കസ് ചെയ്തത് ഇന്റർനാഷണൽ ട്രേഡ് നടത്തുമ്പോൾ എന്തൊക്കെ റൂൾസ് ഒബേ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറെ റൂൾസ് നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. പിന്നെയോ nearly 160 countries of the world are currently members of World Trade Organization as on June 2014. June 2014 കണക്ക് പ്രകാരം 160 കൺട്രീസ് ആണ് ഇതിന് മെമ്പേഴ്സ് WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. The World Trade Organization, WTO, is one such organization whose aim is to liberalize international trade. Pinneo started at the initiative of developed countries. WTO, World Trade Organization, establishes endana makkale the rules regarding the international trade and sees that these rules are obeyed. പിന്നെ എത്ര രാജ്യങ്ങളാണ് ജൂൺ 2014 ആയപ്പോ ഈ ഒരു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ മെമ്പേഴ്സ് ആയത്? ഇറ്റ് ഈസ് 160 കൺട്രീസ് ആണ് അല്ലെ മക്കളെ, 160 രാജ്യങ്ങളാണ്. ഓക്കെ, ഇതാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ സിമ്പിൾ. ഓക്കെ, and though WTO is supposed to allow free trade for all, in practice it is seen that developed countries have unfairly retained the trade barriers. Okay, അപ്പൊ എന്താണ്, ഇപ്പൊ WTO പറഞ്ഞ എല്ലാവർക്കും ഫ്രീ ട്രേഡ് നടത്താം ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ എന്ന് പറഞ്ഞു അല്ലെ. On the other hand, WTO, World Trade Organization, have forced the developing countries to remove trade barriers. അവർ പറഞ്ഞു ഡെവലപ്പിംഗ് കൺട്രീസിനോട് ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പറഞ്ഞത് ഇത്തരം ട്രേഡ് ബാരിയേഴ്സ് ഒഴിവാക്കൂ. എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് കറന്റ് ഡിബേറ്റ് ഓൺ ട്രേഡ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്. അത് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, it is we have says that though World Trade Organization is supposed to allow free trade for all, in practice it is seen that developed countries have unfairly retained the trade barriers. On the other hand, WTO rules have forced, World Trade Organization rules have forced the developing countries to remove all sort of trade barriers. An example of this is the current debate on trade in agricultural products. Okay. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഗ്ലോബലൈസേഷൻ എന്തൊക്കെ ടൈപ്പ് ഓഫ് എഫക്ട്സ് ആണ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലെ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ. The globalization and greater competition among producers, both local and foreign producers, has been of advantage to consumers, particularly the well-off section in urban areas. എന്ന് വെച്ചാൽ ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ ലോക്കൽ പ്രൊഡ്യൂസേഴ്സ്, ലോക്കൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സും ഫോറിൻ മാനുഫാക്ചറിങ് യൂണിറ്റ്സും കൂടെയുള്ള കോമ്പറ്റീഷനിൽ കൂടുതൽ ലാഭം ആർക്കാണ്? കൂടുതൽ ലാഭം നമ്മുടെ കൺസ്യൂമേഴ്സിന് തന്നെയാണ് അല്ലെ. ഓക്കെ, പിന്നെയോ there is greater choice before the consumer who now enjoy improved quality and lower prices for several products. എന്ന് വെച്ചാൽ ലോക്കലായിട്ടുള്ള മാനുഫാക്ചറിങ് യൂണിറ്റ്സും ഫോറിൻ മാനുഫാക്ചറിങ് യൂണിറ്റ്സും കൂടെ ഒക്കുമ്പോൾ അവരെ ഒരുമിച്ചിട്ട് അവരുടെ പ്രൊഡക്ട്സ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത് കൺസ്യൂമേഴ്സിന് ഏത് തരത്തിലുള്ള പ്രൊഡക്ട്സ് എടുക്കാനുള്ള ഫ്രീ ടു ചൂസ് ആണ് അവിടെ ഉണ്ടാവുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ് ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഇൻ ഇന്ത്യ? ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ. ഗ്ലോബലൈസേഷൻ ആൻഡ് ഗ്രേറ്റർ കോമ്പറ്റീഷൻ among producers, both local and foreign producers, has been of advantage to consumers, particularly the well-off sections in urban areas. And there is greater choice before these consumers who now enjoy the improved quality and lower prices for several products. Okay. As a result, these people today enjoy much higher standards of living than was possible earlier.
ഇപ്പോ ആളുകള് ഇത്തരം ലോക്കൽ ഇതിലുള്ള മാനുഫാക്ചറിങ് യൂണിറ്റ്സ് അല്ലെ വലിയ വലിയ ഇതുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ അവർ അതിൽ വിജയിക്കുമ്പോൾ അല്ലെ അവരുടെ ലൈഫ് എന്ന് പറയുമ്പോൾ ഹയർ സ്റ്റാൻഡേർഡ്സ് ഓഫ് ലിവിങ് ആയി മാറുകയാണ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, കൂടുതൽ പ്രോഫിറ്റ് നേടുമ്പോൾ among producers and workers the impact of globalization has not yet been uniform. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകള് അത്ര ലേബേഴ്സിനൊക്കെ ഈ ഗ്ലോബലൈസേഷൻ അത്ര വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. മെയിൻലി MNC മൾട്ടിനാഷണൽ കമ്പനീസിനൊക്കെയാണ് വലിയ തരത്തിലുള്ള ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ അവർക്ക് പറ്റിയിട്ടുള്ളൂ. ഇത് അത്ര തരത്തിലുള്ള പ്രോഫിറ്റ് ഒന്നും ഗ്ലോബലൈസേഷൻ നമ്മുടെ വർക്കേഴ്സിനൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലെ. ഓക്കെ, firstly, MNCs have increased their investment in India over the past 20 years. MNC, multinational corporation or companies, അവരുടേതായിട്ടുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് 20 വർഷമായിട്ട് അവര് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. which means that investing in India has been beneficial for them. അവർ വിശ്വസിക്കുന്നത് എന്താണ്, കൂടുതൽ പൈസ അവർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് അത്രയും ഡബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ആണ് അവർക്ക് ഉണ്ടാവുക എന്നുള്ള അവർ വിശ്വസിക്കുന്നുണ്ട്. പിന്നെയോ MNCs have been interested in industries such as എന്തൊക്കെ ഇന്ത്യൻ പ്രൊഡക്ട്സിൽ അവർ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നു. മെയിൻലി അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ സെൽഫോൺ, സെക്കൻഡ് വൺ ഓട്ടോമൊബൈൽസ്, തേർഡ് വൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഫോർത്ത് വൺ ഇറ്റ് is soft drinks and fifth one fast food or sixth one services such as banking in urban areas. അതൊക്കെയാണ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ലക്ഷ്യം വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ കേട്ടോ. സെൽഫോൺസ്, ഓട്ടോമൊബൈൽസ്, ഇലക്ട്രോണിക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, fast food or services such as banking in urban areas. ഓക്കെ, അപ്പോ അവർക്കറിയാം കുറെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, കുറെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് നമ്മള് ഇന്ത്യയില് പ്രൊഡ്യൂസ് ചെയ്യാണെന്ന് വെക്കുക അല്ലെ. കുറെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് നമ്മളെ ഇന്ത്യയില് ഈ MNCs കുറെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവർക്കറിയാം അതിന് ഇരട്ടി ലാഭം ഇന്ത്യയിൽ നിന്ന് അവർക്ക് കിട്ടുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. മെയിൻലി എന്തിലൊക്കെ, മെയിൻലി സെൽഫോൺസ്, ഓട്ടോമൊബൈൽസ്, ഇലക്ട്രോണിക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഫാസ്റ്റ് ഫുഡിലൂടെ ഒക്കെ. ഓക്കെ, and these producers have a large number of well-off buyers അല്ലെ. അപ്പൊ അവർക്കറിയാം ഇത്തരം പ്രൊഡക്ട്സ് ഒക്കെ അവരുടെ രാജ്യങ്ങളിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിനൊക്കെ പലതരത്തിലുള്ള ആളുകൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് വരും അല്ലെ. in this industries and services ഇത്തരം ഇൻഡസ്ട്രീസ് ഒക്കെ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുമ്പോൾ അത് കുറെ ആളുകൾക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ. ന്യൂ ജോബ്സ് ഹാവ് ബീൻ created. പിന്നെയോ സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ, ഓൾസോ ലോക്കൽ കമ്പനീസ് സപ്ലൈയിങ് റോ മെറ്റീരിയൽസ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള ലോക്കൽ കമ്പനീസ് ഒക്കെ ഇവർക്ക് റോ മെറ്റീരിയൽസ് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഇൻഡസ്ട്രീസ് ഒക്കെ പ്രോസ്പെറസ് ആയിട്ട് അക്രോസ് ദ വേൾഡ് എക്സ്പാൻഡ് ആവുന്നു എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പൊ എന്തൊക്കെയാ നമ്മൾ ഡിസ്കസ് ചെയ്ത മക്കളെ? These products have a large number of well-off buyers across the world, and in these industries and services, new jobs. In these industries and services, new jobs have been created. പിന്നെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? ഓൾസോ ലോക്കൽ കമ്പനീസ് സപ്ലൈയിങ് ദ റോ മെറ്റീരിയൽസ് എക്സെട്ര ടു ദീസ് ഇൻഡസ്ട്രീസ് ഹാവ് പ്രോസ്പേർഡ് അല്ലെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ പറയുന്നത് മക്കളെ? Several of the top Indian companies have been able to benefit from the increased competition. കുറെ മൾട്ടിനാഷണൽ കമ്പനീസിനൊക്കെ കുറെ പ്രോഫിറ്റ് ഇതിലൂടെ ലഭിച്ചു എന്നാണ് പറയുന്നത്. കോമ്പറ്റീഷൻ കൂടുമ്പോൾ ടോപ്പ് ഇന്ത്യൻ കമ്പനീസിന് കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കുന്നു അല്ലെ. and they have invested in newer technology and production methods and raised their production standard. അവര് ഈ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടുള്ള ഹൈലി ടെക്നോളജി അല്ലെ, ഹൈലി ന്യൂവർ ടൈപ്പ് ഓഫ് ടെക്നോളജി ചൂസ് ചെയ്തിട്ട് ഹൈലി ന്യൂ ടൈപ്പ് ഓഫ് മെഷീൻസ് യൂസ് ചെയ്ത് അവരുടെ പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ് അവർ ഉയർത്തുന്നു അല്ലെ. and some have gained from successful collaboration with the foreign companies. കുറെ ആളുകൾ ഇത്തരം കോമ്പറ്റീഷനിൽ നിന്ന് കുറെ അല്ലെ ഡബിൾ പ്രോഫിറ്റ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് അല്ലെ. സെക്കൻഡ്ലി, due to the globalization, several of the top Indian companies have been able to benefit from the increased competition across the countries over the globe.
and they have invested in newer technology and production methods and raised their production standard. പിന്നെയോ some have gained from successful collaboration with foreign companies. Okay. Okay. Moreover, പിന്നെന്ത് ഇത്തരം ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ ഇന്ത്യയിൽ വന്ന വേറൊരു മാറ്റം എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ ഹാസ് എനേബിൾഡ് സം ലാർജ് ഇന്ത്യൻ കമ്പനീസ് ടു എമർജ് ആസ് മൾട്ടിനാഷണൽസ് ദംസെൽസ് അല്ലെ. അപ്പൊ എന്താ പറയുന്നത്, ഇത്തരം ഗ്ലോബലൈസേഷൻ നമ്മുടെ ഇന്ത്യയിൽ വന്നപ്പോൾ അത് വലിയ തരത്തിലുള്ള മാറ്റമാണ് കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത്. എന്താണ്, മെയിൻലി ലാർജ് ഇന്ത്യൻ കമ്പനീസ് എന്തിലേക്ക് ഷിഫ്റ്റ് ആയി, മൾട്ടിനാഷണൽ കമ്പനീസ് ആയി മാറി അല്ലെ. ഇപ്പോ ഏതൊക്കെയാണ് അത്തരം അങ്ങനെയായ ഇന്ത്യയിലുള്ള പല കമ്പനീസ്, ലാർജ് ഇന്ത്യൻ കമ്പനീസ്, അത് മൾട്ടിനാഷണൽസ് ആയിട്ടുള്ള കമ്പനീസ് ആണ്. ടാറ്റ മോട്ടോഴ്സ് ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ ഇൻഫോസിസ്, and third one Ranbaxy Medicines. Okay, third one, fourth one Asian Paints. Okay, fifth one Sundaran Fasteners, Nuts and Bolts are some Indian companies which are spreading their operation worldwide. അതിന്റെ പേരുകളാട്ടോ. അപ്പൊ എന്തൊക്കെയാ നമ്മൾ ഡിസ്കസ് ചെയ്തത് മക്കളെ? Moreover, globalization has enabled some large Indian companies to emerge as multinational themselves. ഏതൊക്കെയാണ് അങ്ങനെയുള്ള ലാർജ് ഇന്ത്യൻ കമ്പനീസ്, മൾട്ടിനാഷണൽ ആയിട്ടുള്ള ഇന്ത്യയില് അല്ലെങ്കിൽ ഗ്ലോബൽ ഒട്ടാകെ കണക്ഷൻസ് ഉള്ള കമ്പനീസ് ഏതൊക്കെയാണ്? ഇന്ത്യൻ കമ്പനീസ് ഏതൊക്കെയാ മക്കളെ? It is Tata Motors, അല്ലെ, പിന്നെ ഇൻഫോസിസ്, Ranbaxy Medicines, Asian Paints and Sundaram Fasteners അല്ലെ. ഓക്കെ, മറ്റൊരു സവിശേഷത ഗ്ലോബലൈസേഷനെ കൊണ്ടുണ്ടായതെന്ന് വെച്ചാല് ഗ്ലോബലൈസേഷൻ ഹാസ് ഓൾസോ ക്രിയേറ്റഡ് എന്ത് മക്കളെ? ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഫോർ കമ്പനീസ് ദാറ്റ് പ്രൊവൈഡിങ് സർവീസസ്, പെർട്ടിക്കുലർലി ദോസ് ഇൻവോൾവിംഗ് IT റിലേറ്റഡ് ഫീൽഡിലുള്ള പ്രൊഫഷൻസിന് വലിയ തരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായി കൊടുത്തു അല്ലേ. സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ, the Indian company producing a magazine for London-based company and call centers are some examples. അല്ലെ, എന്ന് വെച്ചാല് പെർട്ടിക്കുലർലി നമ്മളെ ഇന്ത്യൻ കമ്പനീസ് മെയിൻലി മാഗസിൻസ് ഉണ്ടാക്കി കൊടുക്കുന്നു ലണ്ടൻ ബേസ്ഡ് കമ്പനിക്ക് വേണ്ടിയിട്ട്. അത്തരം ഒരു കണക്ഷനൊക്കെ വന്ന് ഗ്ലോബലൈസേഷൻ ത്രൂ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഗ്ലോബലൈസേഷൻ ഹാസ് ഓൾസോ ക്രിയേറ്റഡ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഫോർ കമ്പനീസ് providing what all purposes, what all factors, providing services, particularly those involving IT. അല്ലേ, പിന്നെയോ the Indian, for example, the Indian company that is producing a magazine for London based അല്ലെ, ഈ നമ്മുടെ ഇന്ത്യൻ കമ്പനി ഒരു മാഗസിൻ ലണ്ടൻ ബേസ്ഡ് കമ്പനിക്ക് ഇതാക്കി കൊടുക്കും. എത്രയാണ് ഈ ഗ്ലോബലൈസേഷന്റെ ഫോറിൻ ട്രേഡ് ലിങ്ക് എന്ന് മനസ്സിലായില്ലേ മക്കൾക്ക്? The Indian company that's producing a magazine for London based company and call centers are some examples related to it. Okay, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ദ സ്ട്രഗിൾ ഫോർ എ ഫെയർ ഗ്ലോബലൈസേഷൻ. നോക്കിയാലോ, ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ, സിൻസ് ഗ്ലോബലൈസേഷൻ ഇസ് നൗ എ റിയാലിറ്റി. ഇപ്പോൾ ഒരു ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം നമ്മുടെ ലോകത്ത് ഒട്ടാകെ വന്ന് പരന്നു കഴിഞ്ഞിരിക്കുന്നു അല്ലേ. ദ ക്വസ്റ്റ്യൻ ഇസ് ഹൗ ടു മേക്ക് ഗ്ലോബലൈസേഷൻ മോർ ഫെയർ അല്ലെ. എങ്ങനെയാണ് എല്ലാവർക്കും ഈ ഗ്ലോബലൈസേഷന്റെ കൊണ്ട് മഹത്വം ഉണ്ടാവുന്നത്, ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നത് എങ്ങനെയൊക്കെയാന്ന് നോക്കിയാലോ. നോക്കാം. ഫെയർ ഗ്ലോബലൈസേഷൻ വുഡ് ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ. എന്ന് വെച്ചാൽ ആഗോളവൽക്കരണം എന്ന് പറയുന്നത് വലിയ ആൾക്കാരെ മാത്രം ലക്ഷ്യപ്പെട്ടിട്ടുള്ള അങ്ങനെ ആവരുത്, ലക്ഷ്യമിട്ടിട്ടുള്ള ഇതാവരുത്. ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആവണമെന്നാണ് പറയുന്നത്. വലിയ ആളുകളെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതാവരുത് എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ എൻഷുർ ദാറ്റ് ബെനിഫിറ്റ്സ് ഓഫ് ഗ്ലോബലൈസേഷൻ ആർ ഷെയർഡ് ബെറ്റർ. ഇതിൽ കിട്ടുന്ന പ്രോഫിറ്റ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യപ്പെടണം എന്നും പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? സിൻസ് ഗ്ലോബലൈസേഷൻ ഇസ് നൗ എ റിയാലിറ്റി. ഇപ്പോ അത് റിയാലിറ്റി ആയി കഴിഞ്ഞു അല്ലെ. The question is how to make globalization more fair in manner. It is a fair globalization would create opportunities for all and also ensure that benefits of globalization should be shared better. അല്ലേ?
ഓക്കെ, അതിന് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഗവൺമെന്റിന് അതിൻ്റെതായിട്ടുള്ള റോൾ ഇതിൽ പ്ലേ ചെയ്യാം. എങ്ങനെയൊക്കെ? The government can play a major role in making this possible. അല്ലെ? Its policies must protect the interest not only of the rich and the powerful but also the poor people in the country. ഗവൺമെന്റ് പല പോളിസീസും വെക്കണം, അല്ലെ കൊണ്ടുവരണം. ഒരു ഫെയർ ആയിട്ടുള്ള ഗ്ലോബലൈസേഷൻ നമ്മുടെ കൺട്രിയിൽ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം ബെനിഫിറ്റ് ഉള്ള സ്കീംസ് അല്ലെങ്കിൽ പോളിസീസ് അല്ല കൊണ്ടുവരേണ്ടത്. പാവപ്പെട്ട ആളുകൾക്കും ബെനിഫിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഫെയർ ഗ്ലോബലൈസേഷൻ ആണ് പ്രിവലന്റ് ആവുന്നത്. മെയിൻലി ലേബർ ലോസ് ഷുഡ് ബി പ്രോപ്പർലി ഇംപ്ലിമെന്റ്. ലേബർ ലോസ് കറക്റ്റായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. അവർ കറക്റ്റ് ആയിട്ടുള്ള അവകാശങ്ങൾ പാവപ്പെട്ട ജനതയ്ക്ക് വാങ്ങിക്കൊടുക്കണം, അല്ലെ? പ്രോപ്പർ വേജസ്, ഫിക്സഡ് ടൈം, അല്ലെ? ആൻഡ് ഇറ്റ് ക്യാൻ സപ്പോർട്ട് ദ സ്മോൾ പ്രൊഡ്യൂസേഴ്സ് ടു ഇംപ്രൂവ് ദിയർ പെർഫോമൻസ്. അല്ലെ? ചെറിയ വൻകിട അല്ലാതെ ചെറുകിട വ്യവസായശാലകൾക്കും സപ്പോർട്ട് കൊടുക്കുക. ദേ ബിക്കം സ്ട്രോങ് ഇനഫ് ടു കമ്പീറ്റ്. അവരെ കോമ്പീറ്റ് ചെയ്യാനുള്ള പവർ അവർക്കും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് വലിയ കാര്യം. അവിടെയാണ് ഫെയർ ഗ്ലോബലൈസേഷൻ പ്രിവലന്റ് ആവുന്നതും, അല്ലെ? അപ്പൊ ഗവൺമെന്റിന് ഇതിന് എന്ത് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞത്? ഫെയർ ഗ്ലോബലൈസേഷന് വേണ്ടി മക്കളെ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? The government can play a major role in making this fair globalization possible. Okay, its policies must protect the interest not only of the rich and but also the poor people in the country. Okay, pinneyo labor laws should be properly implemented and also workers should get their rights. Labor laws should be properly implemented. Pinnenda nammal discuss cheyda makkale, and workers should get their rights. Pinneyo it can support the small producers. It can support the small producers to improve their benefits, and they can also become strong enough to compete with other countries. Okay, okay, if necessary, ആവശ്യമുള്ളപ്പോൾ മാത്രം ഗവൺമെന്റ് can use the trade and investment barriers set up ചെയ്യാം. It can negotiate at the World Trade Organization for fairer rules. Okay, അപ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രം ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ബാരിയേഴ്സ് ഗവൺമെന്റിന് സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇറ്റ് ക്യാൻ ഓൾസോ അലൈൻ വിത്ത് അതർ ഡെവലപ്പിംഗ് കൺട്രീസ് with similar interest to fight against the domination of developed countries in the World Trade Organization. അപ്പോൾ നമ്മൾ എന്താണ് ഇത്തരം ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ഇൻട്രസ്റ്റും കൂടെ നമ്മൾ മുൻകൈ എടുക്കുമ്പോൾ ഇത്തരം എന്താ പറയുക ഡെവലപ്ഡ് കൺട്രീസിന്റെ ഡൊമിനേഷനിൽ നിന്ന് നമുക്ക് കുറച്ചൊക്കെ എന്ത് ചെയ്യാം, എസ്കേപ്പ് ചെയ്യാം എന്നാണ് പറയുന്നത്. If necessary, the government can use the government can use trade and investment barriers. Okay, pinyo it can also align with other developing countries. ഇല്ലേ, poor small manufacturing units മറ്റുള്ള കൺട്രീസുമായിട്ട് ജോയിൻ ചെയ്തിട്ട് അല്ലേ, and also to fight against അവർക്ക് ആരുമായിട്ട് ഫൈറ്റ് ചെയ്യാം, also the domination of developed countries അവരുടെ രാജ്യങ്ങളിൽ ഡൊമിനേറ്റ് ചെയ്യുന്ന ഇത്തരം വലിയ വൻകിട കമ്പനീസുമായിട്ട് അവർ കോമ്പറ്റീഷൻ ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് കുറെ വർഷങ്ങളായിട്ട് മാസീവ് ക്യാമ്പയിൻസ് ആൻഡ് ഓൾസോ റെപ്രസെന്റേഷൻ ബൈ പീപ്പിൾസ് ഓർഗനൈസേഷൻ ഹാവ് ഇൻഫ്ലുവൻസ്ഡ് ദ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് റിലേറ്റിംഗ് ടു ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അറ്റ് ദ WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പലതരത്തിലുള്ള മാറ്റേഴ്സ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല മാസീവ് ക്യാമ്പയിൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ മക്കളെ. മെയിൻലി എങ്ങനെയാണ് അല്ലെ, ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് ആളുകൾ ഇതിനെതിരെ പറയുന്നുണ്ട്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അല്ലെ പല ജനങ്ങൾ തന്നെ സെറ്റപ്പ് ചെയ്ത ഓർഗനൈസേഷന്റെ പ്രതിനിധികൾ പറയുന്നുണ്ട് അല്ലെ. ഓക്കെ, ഇത്തരം ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ്. ഓക്കെ, ആൻഡ് this has demonstrated that people also play an important role in the struggle for fair globalization. ആളുകളും അവരുടേതായിട്ടുള്ള റോൾ പ്ലേ ചെയ്യട്ടെ. ഇത്തരം ആഗോളവൽക്കരണം ആളുകൾക്ക് എല്ലാവർക്കും എന്താണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മെയിൻലി ഫോറിൻ ട്രേഡ്, അതുപോലെ തന്നെ ഗ്ലോബലൈസേഷന്റെ വരവോടെ നമ്മൾ എങ്ങനെയാണ് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്തത് എന്നൊക്കെ ഇപ്പൊ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് എങ്ങനെയാണ് ഫെയർ ഗ്ലോബലൈസേഷൻ ഉണ്ടാവുക എന്ന്. ഇപ്പോൾ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാണ് അല്ലെ. ഇപ്പോൾ എന്താണ് ചെറിയ
ചെറിയ മാനുഫാക്ചറിങ് യൂണിറ്റ്സിനും എന്താണ് മറ്റുള്ളവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള പവർ അവർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ലേബർ ലോസ് പ്രിവലന്റ് ആക്കുക. അവർക്ക് ഫിക്സഡ് ആയിട്ടുള്ള വേജസ്, ഫിക്സഡ് ആയിട്ട് ടൈമിംഗ് ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുക, അല്ലെ, റൈറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താണ് പറയുന്നത്, മെയിൻലി ലേബർ ലോസ് പറഞ്ഞു. ഗവൺമെന്റ് അവർക്ക് നെസറി ആയിട്ടുള്ള ടൈമിൽ ഇഫ് നെസറി ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ബാരിയേഴ്സ് വെക്കുക എന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മെയിൻലി ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പല ടൈപ്സ് ഓഫ് റിസോഴ്സസ്, വേറെ രാജ്യങ്ങളിൽ റിസോഴ്സസ് ഇവിടെ വരുന്നതിനെ കുറിച്ച് പറഞ്ഞു, അല്ലെ. മെയിൻലി നമ്മളെ MNCs, മൾട്ടിനാഷണൽ കോർപ്പറേഷൻ, അവരുടെ പ്രൊഡക്ട്സിന്റെ ഓരോ പാർട്സിന്റെ ഓരോ ഇതും മാനുഫാക്ചറിങ് ഫിനിഷ് ചെയ്യുന്ന ഓരോ കൺട്രീസിൽ നിന്നാണ്. ചൈന, ഈസ്റ്റേൺ യൂറോപ്പ്, പിന്നെ മെക്സിക്കോയിൽ എത്തുന്നു. പിന്നെ അത് ലോകത്ത് ഫുള്ളായി അക്രോസ് ഗ്ലോബ് അത് എന്താണ് എക്സ്പോർട്ട് ചെയ്യുന്നു, അല്ലേ. അത് കോമ്പറ്റീഷനിൽ വരുന്നു എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഇതാണ്. അത് ഫോർ എക്സാമ്പിൾ ചൈനീസ് ടോയ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ചൈനീസ് ടോയ്സ് വന്നതോടെ 70-80% ചൈനീസ് ടോയ്സ് ആയി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ, അല്ലെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിൽ വന്ന മാറ്റങ്ങളാണ് ഈ ഒരു ഗ്ലോബലൈസേഷൻ ആൻഡ് ഇന്ത്യൻ എക്കണോമി എന്നൊരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആയിട്ട് നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം കേട്ടോ. താങ്ക് യു.